സോ ഇന്നലെ നമ്മൾ ഒരു കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. വി ടോക്ട് അബൌട്ട് പുരുഷന്മാർ ഭരിക്കുന്നതാണോ സ്ത്രീകൾ ഭരിക്കുന്നത് പുരുഷന്മാരെക്കാൾ മികച്ചതാണോ എന്നുള്ള രീതിയിൽ കുറെ ഒപ്പീനിയൻസ് അവിടെ ഇവിടെ കണ്ടു ആൻഡ് ഡിസ്കസ് ദ പോയിന്റ്സ് ആൻഡ് ഓൾ. ഇന്ന് നമുക്കൊരു വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഐ ജസ്റ്റ് ഷെയർ ദ സ്ക്രീൻ. മെനി എംപ്ലോയീസ് വർക്ക് അറ്റ് ഹോം വിത്ത് മോഡേൺ ടെക്നോളജി. കുറെ ആൾക്കാർ, കുറെ ജോലിക്കാർ, തൊഴിലാളികൾ വീട്ടിലിരുന്ന് മോഡേൺ ടെക്നോളജി യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അതുപോലെ ഒരാളാണ്. കല്യാണിയും ലക്ഷ്മിയൊക്കെ അതുപോലത്തെ ആൾക്കാരാണ്. Some people claim that it can benefit only the workers, not the employers. ഒരു വിഭാഗം ആൾക്കാർ അഭിപ്രായപ്പെടുന്നത് ഇതുകൊണ്ടുള്ള ഗുണം തൊഴിലാളികൾക്ക് മാത്രമേ ഉള്ളൂ, മുതലാളിമാർക്ക് അല്ലെങ്കിൽ എംപ്ലോയറിന് ഇല്ല എന്നാണ്. ഡു യു എഗ്രി ഓർ ഡിസഗ്രി? അതായത് വർക്ക് അറ്റ് ഹോം വഴി ആൾക്കാർ വർക്ക് ചെയ്യുമ്പോൾ അതുകൊണ്ടുള്ള ഗുണം തൊഴിലാളികൾക്ക് മാത്രമേ ഉള്ളൂ, മുതലാളിമാർക്ക് ഉണ്ടാവില്ല എന്നുള്ള അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നോ ഇല്ലയോ? ചാറ്റ് ബോക്സ് ഇപ്പോൾ ഓപ്പൺ ആക്കാം. പ്ലീസ് എഗ്രി ഓർ ഡിസഗ്രി. നോ, ഡിസഗ്രി. Okay, ഒരു thumbs up ആണെന്നുണ്ട്. Disagree? Absolutely no. Okay, someone just used Cadmo. Disagree, disagree, no. Disagree means no. Okay, I mean everyone is on board with my opinion, thank God. ഞാൻ ഡിസഗ്രി ചെയ്യുന്ന ആളാണ്. ഓക്കെ, എഗ്രി ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടോ? Anyone? Okay. Oh, there's one person. There are two people. Okay, fine. So എന്തായാലും പോപ്പുലർ ഒപ്പീനിയൻ ഡിസഗ്രി ചെയ്യുക എന്നുള്ളതായതുകൊണ്ട് ഇന്നലത്തെ പോലെ തന്നെ ഇന്നലെ ഞാൻ നിങ്ങളോട് ചോദിച്ചു വൈ സ്ത്രീകൾ ഭരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി പീസ്ഫുൾ ആയിരിക്കും എന്നുള്ള അഭിപ്രായം. ഐ കംപ്ലീറ്റ്ലി എഗ്രി ബിക്കോസ് ഇറ്റ്സ് നോട്ട് ബെനിഫിഷ്യൽ ഫോർ എംപ്ലോയർ. ഓക്കെ, എനിവേ, സോ ഡിസഗ്രി ചെയ്യുന്നവര് ആദ്യം നിങ്ങളുടെ പോയിന്റ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാവും. വൈ യു ഡിസഗ്രി? എംപ്ലോയർ ക്യാൻ ടെക്നോളജി ടു കോർഡിനേറ്റ് ദം. ഓക്കെ, 24/7 എംപ്ലോയർ അവൈലബിലിറ്റി. വെരി ഗുഡ് പോയിന്റ് അക്ഷയ്. എനി അതർ റീസൺ ഡിസഗ്രി ചെയ്യുന്നവർക്ക് ടൈപ്പ് ചെയ്യാനായിട്ട്? യൂഷ്വലി ഇപ്പോൾ ഡിസഗ്രി ഭൂരിഭാഗം പേരും ഇറ്റ്സ് എ കൺവീനിയന്റ് വർക്കിംഗ് ഫ്ലെക്സിബിലിറ്റി എംപ്ലോയറിന് അറിഞ്ഞാലേ. ഓക്കെ ഓക്കെ, ഇതൊക്കെ പോയിന്റുകളാണ്. ഞാനും പേഴ്സണലി ഡിസഗ്രി ആണ്. ഓക്കെ, എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട് ആൻഡ് നമുക്ക് പോയിന്റുകളിലേക്ക് കടക്കാം. ഓക്കെ, ജസ്റ്റ് ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ മനസ്സിലായി, നിങ്ങൾ നിങ്ങളുടെ സൈഡ് കൊടുത്തു. ക്വസ്റ്റ്യൻ ഇപ്പൊ ഏത് റൈറ്റിംഗ് ടാസ്ക് ക്വസ്റ്റ്യൻ എടുത്താലും ഫസ്റ്റ് തിങ്, ഓക്കെ, റീഡ് ദ ക്വസ്റ്റ്യൻ, അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ക്വസ്റ്റ്യൻ മീൻസ്, ദെൻ പിക്ക് യുവർ സൈഡ്. യു ഗൈസ് ഡിഡ് ബോത്ത്. സാലറി ഡിഫറൻസ്, ശരിക്കും വർക്ക് അറ്റ് ഹോം വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ കൂട്ടത്തിലുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ, സോ ലെറ്റ്സ് ഗെറ്റ് ടു സ്റ്റാർട്ട്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ നിങ്ങളുടെ സൈഡ് കൊടുത്തു. ഓക്കെ, സോ ഏതൊരു ടാസ്ക് ടു ക്വസ്റ്റ്യൻ നിങ്ങളുടെ കൈ കിട്ടിയാലും നിങ്ങൾ എഴുതേണ്ട 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യങ്ങൾ, അതായത് നിങ്ങൾ ഒരു റൈറ്റിംഗ് ടാസ്ക് ടു എഗ്രി ഡിസഗ്രി ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഏത് എഗ്രി ഡിസഗ്രി ക്വസ്റ്റ്യനും, ഓക്കെ ഗൈസ്, ഇനഫ് പോയിന്റ്സ് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാൻ പോയിന്റുകൾ. ഓക്കെ, ഐ അണ്ടർസ്റ്റുഡ്, നിങ്ങളുടെ ബേസിക് ഐഡിയ എനിക്ക് കിട്ടി. ഓക്കെ, സോ ഇത് ഒരു എഗ്രി ഡിസഗ്രി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ എഗ്രി ഡിസഗ്രി ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ ഇന്നലെയും സെലക്ട് ചെയ്തത് ഡിസ്കസ് ചെയ്യാനായിട്ട്. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് IELTS എക്സാം എഴുതിയ ആൾക്കാർക്ക് പലപ്പോഴും എക്സാമിന് ചെല്ലും എഗ്രി ഡിസഗ്രി ക്വസ്റ്റ്യൻ ആണ് ഫേസ് ചെയ്യേണ്ടി വരിക. മെയിൻലി 5 മോഡൽ ഉണ്ട്. ഇത് കൂടാതെ വരും ദിവസങ്ങളിൽ ലക്ഷ്മിയായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ എഗ്രി ഡിസഗ്രി ക്വസ്റ്റ്യൻ ആണ് മിക്കവാറും നമുക്ക് എക്സാമിന് എൻകൗണ്ടർ ചെയ്യേണ്ടി വരിക. അതുകൊണ്ടാണ് അത് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒരു എഗ്രി ഡിസഗ്രി ക്വസ്റ്റ്യന് 5 പാരഗ്രാഫ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരഗ്രാഫുകളിൽ ഒന്നാണ് ഫസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ, അപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ഫസ്റ്റ് പാരഗ്രാഫിൽ 3 സംഭവങ്ങൾ വേണം: ജനറൽ സ്റ്റേറ്റ്മെന്റ്, പാരഫ്രൈസിങ് ആൻഡ് മൈ സ്റ്റേറ്റ്മെന്റ് അഥവാ തീസിസ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതെന്താ സംഭവം എന്നാണ് ഞങ്ങൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു, അതായത് ഞാൻ ആദ്യം ടെസ്റ്റ് എഴുതിയപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് എന്റെ ഫീഡ് ഉപയോഗിച്ച് എഴുതി ആൻഡ് ഐ ഓൾറെഡി ഗോട്ട് എ 5.5. ഓക്കെ, അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഐ ടോൾഡ് യു ദർ ആർ റൂൾസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് എ ജനറൽ സ്റ്റേറ്റ്മെന്റ് ഈസ്, വാട്ട് പാരഫ്രൈസിംഗ് മീൻസ്, വാട്ട് മൈ സ്റ്റേറ്റ്മെന്റ് മീൻസ്. ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം മലയാളത്തിൽ. ഓക്കെ, നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു ലൈബ്രറി ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു ലൈബ്രറി ഉണ്ട്. എത്രത്തോളം ആൾക്കാർ ഈ കൂട്ടത്തിൽ വായനാശീലമുള്ളവരാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, ഐ വുഡ് വാച്ച് മൂവീസ് ഓൺ ഫാക്ട്. യാ, ദേർ ആർ പീപ്പിൾ. ഗുഡ് ഫോർ യു. ദി തിങ് ഈസ്, നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു ലൈബ്രറി ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ലൈബ്രറി കുറെ നാളായിട്ട് അധികം ആൾക്കാരൊന്നും പോകാത്ത കാരണം അടച്ചു പൂട്ടാൻ പോവാണ്. പീപ്പിൾ ആർ ഗോയിങ് ടു ക്ലോസ് ദാറ്റ് ലൈബ്രറി. ലോക്കൽ അതോറിറ്റീസ്, ഓക്കെ, പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും കൂടിയിട്ട് ആ ലൈബ്രറി അടച്ചു പൂട്ടാൻ പോവുകയാണ്. സോ അടച്ചു പൂട്ടാൻ പോകും. അപ്പൊ വെറുതെ അടച്ചു പൂട്ടാനൊന്നും പറ്റില്ല. കുറെ ചിലപ്പോ നൂറ്റാണ്ടുകളല്ല, പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു 30-40 കൊല്ലമായിട്ടുള്ള ലൈബ്രറി ആയിരിക്കും. സോ ഈ ലൈബ്രറി വെറുതെ അടച്ചു പൂട്ടാനൊന്നും പറ്റില്ല. സോ ആദ്യമേ തന്നെ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ്
ഈ ഒരു സമ്മേളനമൊക്കെ ഉണ്ടാവും. അപ്പൊ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും വരും. എല്ലാവരും വന്നതിന് ശേഷം ഈ ലൈബ്രറിയുടെ അടച്ചുപൂട്ടലിന്റെ സമാപന സമ്മേളനത്തിന് ഇങ്ങനെ ഇരിക്കും. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പ്രസംഗം പറയാൻ പോവാണ്. സോ നിങ്ങൾ ഇങ്ങനത്തെ പരിപാടിക്ക് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനും പോയിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ലോജിക്ക് വെച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇതുപോലൊരു സെന്റൻസ് പ്രതീക്ഷിക്കാം: ഈ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് യുവാക്കളുടെയും യുവതികളുടെ ഇടയിൽ വായനാശീലം കുറഞ്ഞു വരികയാണ്. അതുപോലൊരു സെന്റൻസ് അദ്ദേഹം പറയുമെന്നുള്ളത് ഒരു ലോജിക്കാണ്. അങ്ങനെ പറഞ്ഞില്ലെങ്കിലാണ് അത്ഭുതമുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ കൊല്ലവും ഇടയ്ക്ക് ലഹരി വിരുദ്ധ റാലി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാറുണ്ടായിരുന്നു. സോ ബേസിക്കലി ഞാനൊക്കെ പോകും, താല്പര്യം ഉണ്ടായിട്ടല്ല, കാരണം അന്ന് ഫ്രൂട്ടി ഒക്കെ കിട്ടും. ആൻഡ് നമ്മൾ പോയി കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കും. എല്ലാവരും കൂടി വന്നതിന് ശേഷം മറ്റേ പ്രതിജ്ഞ ചെല്ലാൻ വേണ്ടി കൈ ഇങ്ങനെ നീട്ടി പിടിക്കും. ഒന്നെങ്കിൽ ഒരു പോലീസ് ഓഫീസർ ആയിരിക്കും, കളക്ടർ ആയിരിക്കും, പൊളിറ്റീഷ്യൻ ആയിരിക്കും, ഡസന്റ് റിയലി മാറ്റർ, വി ആർ ദെയർ ഫോർ ദ ഫ്രൂട്ടി, റൈറ്റ്? പിന്നെ ഒരു ക്യാപ്പും ഉണ്ടാവും ഐഡിയയുടെ പടമുള്ളത്. ഓക്കെ, എനിവേ, സോ ദ തിങ് ഈസ് നമ്മളവിടെ ചെല്ലും, പ്രസംഗം സ്റ്റാർട്ട് ചെയ്യും. സോ എന്തായാലും ആ പ്രസംഗിക്കാൻ പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രസംഗത്തിൽ ഇതുപോലെ ഒരു സെന്റൻസ് ഉണ്ടാവില്ലേ: മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്ന യുവാക്കളും യുവതികളും ഉള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. യുനോ, he is gonna say that or she is gonna say that. That is a general statement. അതായത് പൊതുവായ പ്രസ്താവന എന്നാണ് ഇതിന്റെ ലിറ്ററൽ മലയാളം ട്രാൻസ്ലേഷൻ. അതായത് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ ഒരു ടോപ്പിക് തന്നിട്ടുണ്ടാവും. ആ ടോപ്പിക്കിനെ ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി പറയുന്ന ആ ഒരു സെന്റൻസിനെയാണ് ജനറൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ്. മനസ്സിലായില്ലെങ്കിൽ തംസപ്പെടുക. ഓക്കെ, താങ്ക് ഗോഡ്, മനസ്സിലായി. ഓക്കെ, സോ ജനറൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ IELTS എസ്സേയിൽ. ഓക്കെ, ഏത് എസ്സേ, അത് റൈറ്റിംഗ് ടാസ്ക് 2 ഇപ്പോ എഗ്രി ഡിസഗ്രി ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്കസ് ബോത്ത് യൂസ് ആവട്ടെ, കോസ്റ്റ് സൊല്യൂഷൻ ആവട്ടെ, ഏത് എസ്സേ ഡിസ്കസ് ചെയ്താലും ജനറൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആദ്യം എഴുതിയിട്ട് തുടങ്ങണം. വളരെ ചുരുക്കം ആൾക്കാരെങ്കിലും മുമ്പ് പല സ്ഥലങ്ങളിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർ ഒരു പക്ഷേ ജനറൽ സ്റ്റേറ്റ്മെന്റിനെ പറ്റി കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലരും ഇത് എഴുതണം എന്നുള്ള നിർബന്ധം പഠിക്കാറില്ല. കാരണം ഇത് വളരെയധികം സമയം പോകുന്ന ഒരു കാര്യം കൂടിയാണ്. ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത്, IELTS പഠിച്ചുകൊണ്ടിരുന്നത് വിചാരിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും അടിപൊളി ജനറൽ സ്റ്റേറ്റ്മെന്റ് എഴുതലാണ് ഏറ്റവും പെർഫെക്റ്റ് കാര്യം. അല്ല, അങ്ങനെയൊന്നുമല്ല. പക്ഷെ ജനറൽ സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ അത്രയും നല്ലതാണ്. 2 മിനിറ്റ് കൂടുതൽ ജനറൽ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ എടുക്കാതിരിക്കുക. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് ജനറൽ സ്റ്റേറ്റ്മെന്റ്. അത് ഇമ്പോർട്ടന്റ് കാര്യമാണ്, വേണം. രണ്ടാമത്തെ പാരഫ്രൈസിങ്. ഓക്കെ, പാരഫ്രൈസിങ്ങിന്റെ മറ്റൊരു വാക്കാണ് റീറൈറ്റിംഗ്. ഓക്കെ, അതായത് പാരഫ്രൈസിങ് എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഒരാളോടൊരു കാര്യം പറഞ്ഞു. ഓക്കെ, അത് വേറൊരാൾ നറേറ്റ് ചെയ്യാണ്. വേറൊരാൾ നറേറ്റ് ചെയ്യുമ്പോൾ എക്സാക്ട്ലി സെയിം ആവില്ലല്ലോ, മറ്റൊരു രീതിയിലായിരിക്കും അത് പറയുന്നത്. അപ്പോൾ അതായത് ആ സിനോണിംസ് അല്ലെങ്കിൽ റീറൈറ്റിംഗ് സംതിങ്, അതിനാണ് പാരഫ്രൈസിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പാരഫ്രൈസിംഗ് ദ ക്വസ്റ്റ്യൻ എന്നുള്ള ഈ സ്റ്റേജിൽ എന്തൊക്കെയുണ്ടെന്ന് പറയാം. ചോദ്യത്തിലൊരു അഭിപ്രായം പറഞ്ഞു കാണും. ചോദ്യത്തിൽ പറഞ്ഞ അഭിപ്രായത്തിനെ മറ്റൊരു വാക്കുകളിലേക്ക് മാറ്റുന്നതിനാണ് നമ്മൾ പാരഫ്രൈസിംഗ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, കാണാൻ പറ്റും, മെനി എംപ്ലോയീസ് വർക്ക് അറ്റ് ഹോം വിത്ത് മോഡേൺ ടെക്നോളജി. അതല്ല അഭിപ്രായം, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സം പീപ്പിൾ ക്ലെയിം ദാറ്റ്, ഒരു വിഭാഗം ആൾക്കാർ അവകാശപ്പെടുന്നു. സി, ദാറ്റ് ഈസ്, അവിടെയാണ് അഭിപ്രായം വരുന്നത്. സം പീപ്പിൾ ക്ലെയിം ദാറ്റ് ഇറ്റ് ക്യാൻ ബെനിഫിറ്റ് ഓൺലി ദ വർക്കേഴ്സ്, നോട്ട് ദ എംപ്ലോയേഴ്സ്. ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു ഇതുകൊണ്ടുള്ള ഗുണം തൊഴിലാളികൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ, മുതലാളിമാർക്ക് കിട്ടുന്നില്ല. ഈ ഒരു ഭാഗം കണ്ടോ, ഇതാണ് പാരഫ്രൈസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിൽ ഈ ഭാഗം, ചോദ്യത്തിലുള്ള അഭിപ്രായത്തിന് മറ്റു വാക്കുകളിൽ എഴുതുക. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ എഴുതാൻ പറ്റും: there is an opinion that the practice of work at home is beneficial only for the employees, not the owners. ഓക്കെ, അങ്ങനെ പറഞ്ഞാലും പാരഫ്രൈസിംഗ് ആണ്. സോ ഐ റിപ്പീറ്റ്, പാരഫ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ചോദ്യത്തിലൊരു അഭിപ്രായം പറഞ്ഞു കാണും, അതിനെ മറ്റൊരു വാക്കിൽ എഴുതുന്ന ആ പ്രക്രിയനെയാണ്. ഒരു പരിധിവരെ റിപ്പോർട്ടഡ് സ്പീച്ച് പോലെയാണ് ഈ സംഭവം. ബട്ട് നമ്മൾ ഇവിടെ കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചോദ്യത്തിൽ പറഞ്ഞതാണെന്നുള്ളതാണ്. ഓക്കെ, ദെൻ ദർ ഇസ് മൈ സ്റ്റേറ്റ്മെന്റ്. ലോജിക്കുള്ള ആർക്കും മനസ്സിലാവും. മൈ സ്റ്റേറ്റ്മെന്റ് എന്താ? നിങ്ങളുടെ അഭിപ്രായം. നിങ്ങൾ എഗ്രി ആണോ, നിങ്ങൾ ഡിസഗ്രി ആണോ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ. സോ നിങ്ങൾക്ക് എഗ്രി ആണെന്ന് പറയാം, ഡിസഗ്രി ആണെന്ന് പറയാം. ഓക്കെ, അപ്പോ I don't know whether you guys understood that. അതായത് ഇന്നലെ ഒരു ചോദ്യം എടുത്തു, ഞാൻ ഡിസഗ്രി ആയിരുന്നു. ഇന്ന് ഒരു ചോദ്യം എടുത്തു, എല്ലാവരും ഡിസഗ്രി ആയിരുന്നു. ആൻഡ് എന്റെ ഒരു പേഴ്സണൽ ഒരു ഒപ്പീനിയനിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയോ, ഞാൻ എപ്പോഴും ഒരു 10 ക്വസ്റ്റ്യൻ ഇങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൽ 8 എണ്ണം ഞാൻ ഡിസഗ്രി ചെയ്യാറ് പതിവ്. ഓക്കെ, ഐ ഓൾവേസ് യൂസ് ടു ഡിസഗ്രി വിത്ത് ദ തിങ്സ് മെൻഷൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. പിന്നീടാണ് സംതിങ് ഹ്യൂമൻ സൈക്കോളജി ബിഹൈൻഡ് ഇറ്റ്. ബേസിക്കലി ഡിസഗ്രി ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയോ, നമ്മൾ കുറ്റം പറയുവാണ്. ഓക്കെ, നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുവാണ്. ആൻഡ് കുറ്റം പറയുമ്പോൾ എപ്പോഴും കൂടുതൽ പോയിന്റ് കിട്ടും. നമ്മൾ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നന്മ കണ്ടുപിടിക്കേണ്ടി വരും. ആൻഡ് ഇറ്റ്സ് ഹാർഡ്, ഇറ്റ്സ് റിയലി ഹാർഡ്. ഓക്കെ, സോ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, when you disagree with something you get more points. I just think so.
You can use it or not. Okay, take it or leave it. It's up to you. So yeah, my statement എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഗ്രി ചെയ്യുകയാണോ നിങ്ങൾ ഡിസഗ്രി ചെയ്യുകയാണോ എന്ന് പറയുന്ന സംഭവമാണ്. ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ്. ഈ 3 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലായിരിക്കണം. കാരണം എന്താ പറയുക, അക്രോസ് ഓൾ ടാസ്ക് 2 മോഡൽസ് ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് വരുന്നതാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു സാമ്പിൾ നോക്കാം, റിയൽ സാമ്പിൾ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. ജനറൽ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു. ഈ ക്വസ്റ്റിന്റെ ജനറൽ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ഇരിക്കും. രണ്ട് സാമ്പിൾ ഉണ്ട്. ദ പ്രാക്ടീസ് ഓഫ് വർക്ക് അറ്റ് ഹോം ഈസ് ബിക്കമിങ് എ കോമൺ ഫിനോമിനൻ ദീസ് ഡേയ്സ്. വർക്ക് അറ്റ് ഹോം എന്ന ആ ഒരു പ്രാക്ടീസ് ഒരു സാധാരണ കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഒരു വർക്ക് അറ്റ് ഹോമിനെ പറ്റി ഒരു സെമിനാർ നടത്തുവാണെങ്കിൽ ആദ്യം ഒരു മനുഷ്യൻ വന്ന് പറയാൻ പോകുന്ന സെന്റൻസ് ഇതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് നൈസ് ആയിട്ട് ഇവിടെയാണ് നിങ്ങൾക്ക് ജനറൽ നോളജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോജിക് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട ഒരു സ്ഥലം. അതായത് കോവിഡ് പാൻഡമിക് ഹാസ് റെവല്യൂഷനൈസ് ദ വർക്ക് കൾച്ചർ ഓഫ് പീപ്പിൾ ഇൻ ദ റീസെന്റ് ഇയേഴ്സ്. കോവിഡ് പാൻഡമിക് ആൾക്കാരുടെ വർക്ക് കൾച്ചറിൽ ഒരു വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഈ വർഷങ്ങളിൽ, ഇൻ ദ റീസെന്റ് ഇയേഴ്സ്, ഈ സമീപ വർഷങ്ങളിൽ എന്ന് പറഞ്ഞാലും ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഈ ക്വസ്റ്റിന്റെ ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് 2 കൊടുത്തത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് വളരെ സിമ്പിൾ ആണ്. ഒരു 15-20 സെക്കൻഡ് കൊണ്ട് നമ്മുടെ തലയിൽ വരുന്ന സാധനമാണ്. ഓഫ് കോഴ്സ് തലയിൽ വരുന്നത് പലപ്പോഴും മലയാളത്തിലായിരിക്കും, നമ്മൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യേണ്ടി വരും. ഓക്കെ, ബട്ട് വാട്ട് ഐ ആം സേയിങ് ഈസ് ദാറ്റ് ഒരു കാരണവശാലും 2 മിനിറ്റിൽ കൂടുതൽ ജനറൽ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ എടുക്കേണ്ട ആവശ്യമില്ല. 15 മിനിറ്റ് വരെ എടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ബിക്കോസ് ദേ വാണ്ട് ദ ബിഗിനിങ് ടു ബി സോ പെർഫെക്റ്റ്. പക്ഷെ ഏറ്റവും അവസാനം ഇങ്ങനെ ഒരു പിരമിഡ് തല ഒരു ചേച്ചി വരെ ക്വാളിറ്റി കുറഞ്ഞു ഇങ്ങനെയോ, അങ്ങനെ ആവരുത്. ഓക്കെ, നൗ we covered general statement. Let's go and see how the paraphrasing looks like. So this is an example of paraphrasing. One particular perspective is that ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയാണ്, that the employees are getting benefited due to this and the owners are not getting anything at all. ചോദ്യത്തിൽ പറഞ്ഞാൽ ആ സെന്റൻസിന്റെ തന്നെ മറ്റൊരു രീതിയിൽ എഴുതി വെച്ചേക്കുവാണ്. പാരഫ്രൈസിംഗിൽ സിനോണിംസ് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അല്ലെങ്കിൽ there is nothing unique. And paraphrasing ഒരു ചോയ്സ് ആണോ ഒരു കമ്പൽഷൻ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ചോയ്സ് ഗൈസ്, ഇറ്റ്സ് എ കമ്പൽഷൻ. എഴുതിയേ തീരും. ഓക്കെ, വേർ ഈസ് പാരഫ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വരും ചെക്ക് ചെയ്യണ സമയത്ത് ടീച്ചേഴ്സ്. ഇതൊരു ചോയ്സ് അല്ല. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അതായത് നിങ്ങളൊരു ടോപ്പ് കോളേജിലെ ടോപ്പ് എസ്സേ റൈറ്റർ ആണെങ്കിൽ പോലും യു നീഡ് ടു റൈറ്റ് പാരഫ്രൈസിംഗ് ഇൻ IELTS റൈറ്റിംഗ്, അൺഫോർച്ചുനേറ്റ്ലി. ഓക്കെ, സോ പാരഫ്രൈസിംഗ് ഇതുപോലെ ഇരിക്കും. ചോദ്യത്തിലുള്ള ഐഡിയനെ മറ്റൊരു വാക്കുകളിൽ എഴുതി വെക്കുകയുള്ളൂ. ഓക്കെ, ദെൻ ദർ ഈസ് മൈ സ്റ്റേറ്റ്മെന്റ്. Okay, my statement is that we agree or disagree on the session. So as far as I am concerned, the statement seems far from truth. Okay, as you can see, there is no word that says disagree. പക്ഷെ ഇത് പറയണെന്താ, സ്റ്റേറ്റ്മെന്റ് സത്യത്തിൽ നിന്ന് അകലെയാണ്. സത്യത്തിൽ നിന്ന് അകലെയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സത്യമല്ല, സത്യത്തിൽ നിന്ന് ദൂരെയാണെന്ന് വെച്ചാൽ ഡിസഗ്രി എന്നുള്ളതിന്റെ മറ്റൊരു വേർഷൻ ഓഫ് സേയിങ് ആണ്. ഐ തിങ്ക് ഇവഞ്ച്വലി നിങ്ങൾ ഇനി എസ്സേസ് ഒക്കെ എഴുതി തുടങ്ങുമ്പോൾ ഇതുപോലത്തെ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മൈ സ്റ്റേറ്റ്മെന്റ് ഡെപിക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം ബെറ്റർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു 10 എസ്സേ ഒക്കെ ആണെങ്കിൽ അതിൽ സ്റ്റേറ്റ്മെന്റ് സീംസ് ഫാർ ഫ്രം ട്രൂത്ത് എന്നൊക്കെ പറയുന്നവര് വളരെ കുറച്ചാണ്. ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ് എന്ന് പറയുന്നവർ തന്നെ വളരെ കുറവാണ്. ഇൻ മൈ ഒപ്പീനിയൻ ഐ ഡിസഗ്രി. ദാറ്റ്സ് വാട്ട് ഐ സീ ഓൾ ദ ടൈം. സോ ഡോണ്ട് ബി വൺ ഓഫ് ദോസ് ഗൈസ്. Try to write something different on your own. Okay, it's really important. So I hope you guys understood how to write a general statement, paraphrasing a my statement. Am I clear? Okay, cool. Thank you so much. Okay, so ഞാൻ നിങ്ങളോട് പറഞ്ഞു എഗ്രി ഡിസഗ്രിയിൽ 5 പാരഗ്രാഫ് ഉണ്ട്. ഒന്നാമത്തെ പാരഗ്രാഫിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ഓക്കെ, ആൻഡ് നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ ഡിസഗ്രി ചെയ്തു. 3-4 പേര് എഗ്രി ചെയ്തു. ഓണസ്റ്റ്ലി ഗൈസ്, 3-4 പേര് ഇപ്പൊ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇഫ് പോസിബിൾ നിങ്ങൾ എഗ്രി ചെയ്യാനുള്ള കാരണം പോയിന്റ് എഴുതാൻ പറ്റുമോ? ഇഫ് പോസിബിൾ ചാറ്റ് ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ. Yeah, Ashwin, I'm also thinking what are those points now? എനിക്കറിയില്ല. Yeah, understand. Okay, expected reduced oversight and control, data security, personal life balance. Okay, see the thing is personal life balance അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇത് ഞാൻ ചോദ്യം ഒന്നുകൂടി ക്ലീൻ ആയിട്ട് പറഞ്ഞുതരാം. ചോദ്യത്തിൽ പറഞ്ഞത് many employees work at home with modern technology. Some people claim that it can benefit only the workers, not the employees. So തൊഴിലാളികൾക്ക് മാത്രമേ ഗുണം കിട്ടുന്നുള്ളൂ, മുതലാളിമാർക്ക് കിട്ടുന്നില്ല. സോ ഇതിനോട് നിങ്ങൾ ഡിസഗ്രി ചെയ്താൽ അതിന്റെ അർത്ഥം മുതലാളിമാർക്ക് കിട്ടുന്നുണ്ടെന്നാണ്. സോ മുതലാളിമാർക്ക് കിട്ടുന്ന ഗുണമാണ് നമ്മുടെ പോയിന്റ്. ആ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്.
ഓക്കെ, ഇവിടെ എംപ്ലോയീസിനെ പറ്റിയുള്ള ഒരു കാര്യമേ അല്ല. ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഇന്നലത്തെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, പുരുഷന്മാർ നന്നായിട്ട് ഭരിച്ചോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യമേ അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പുരുഷന്മാർ ഭരിച്ചോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമേ അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്ത്രീകൾ ഭരിച്ചാൽ ബെറ്റർ ആവുമോ? ഇവിടെ തൊഴിലാളികൾക്ക് മാത്രമേ ഗുണം കിട്ടുന്നുള്ളൂ, മുതലാളിമാർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. വെൻ യു ഡിസഗ്രി ഇറ്റ് മീൻസ് മുതലാളിമാർക്ക് കിട്ടുന്നുണ്ട്. ആ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, സോ ഞാൻ എന്റെ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് റിയലി ഇപ്പോ വർക്ക് അറ്റ് ഹോം. ഇപ്പൊ ഞാനിപ്പോ നമ്മളൊരു ഓഫ്ലൈൻ ആയിട്ടൊരു എസ്റ്റാബ്ലിഷ്മെന്റ് നടത്തുകയാണെന്നായിരിക്കാം. ഓക്കെ, എംപ്ലോയീസ് ക്യാൻ സേവ് കറന്റ് ബിൽ. ഞാൻ പറയാവുന്ന പോയിന്റ് ഒന്നത്, ഈ ഓഫ്ലൈൻ ആയിട്ട് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് നടത്തുന്നതായിരിക്കാം. സോ അവിടെ എനിക്ക് കറണ്ട് ബില്ല് കൊടുക്കണം, ബെഞ്ച്, ഡെസ്ക്, ഫുഡ്, വാട്ടർ, അടിച്ചു വരാമെന്ന ആൾക്കാർക്ക് അടക്കം കാശ് കൊടുക്കണം, ഒരു ദിവസം 300 രൂപ വെച്ച്. ലിറ്ററലി ഐ ഹാവ് ടു സ്പെൻഡ് സോ മച്ച് മണി ഓൺ എ ഡെയിലി ബേസിസ്. അറ്റ് ദ സെയിം ടൈം വർക്ക് അറ്റ് ഹോം ആയി കഴിയുമ്പോൾ യൂട്ടിലിറ്റിയുടെ ആവട്ടെ, മാനുഫാക്ചറിങ് ആവട്ടെ, ലിറ്ററലി ഏത് ഇൻഡസ്ട്രി ആണെങ്കിൽ പോലും വർക്ക് അറ്റ് ഹോം ആയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ എംപ്ലോയർക്ക് ചെലവ് കുറയുകയാണ്. ഇപ്പൊ വർക്ക് അറ്റ് ഹോം, നമ്മുടെ കോവിഡിന്റെ ടൈം വരെ ഇൻഫോസിസ് ആവട്ടെ, ഇൻഫോപാർക്കിലുള്ള പല കമ്പനീസ് ആവട്ടെ വർക്ക് അറ്റ് ഹോമിനെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. 2 മാസം അവർ വീട്ടിലെത്തിയപ്പോൾ മനസ്സിലായി, ഓക്കെ ഇത് തന്നെ ലാഭം, അവരവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് മനസ്സിലായി. നൗ ഇപ്പൊ പല എന്താ പറയുക IT ഫീൽഡിലുള്ള ആൾക്കാരും വർക്ക് അറ്റ് ഹോം ആണ്, അല്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം പോയത്. വൈ? ബിക്കോസ് ദി എംപ്ലോയേഴ്സ് അണ്ടർസ്റ്റുഡ് ഇറ്റ്സ് ബെറ്റർ ടു കീപ് ദം in their homes. Okay, so I can save electricity bill, I can save all kinds of costs if I'm the employer, and that is an advantage that the employee is getting. So the capability to save a lot of expenses എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. അത് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എഴുതാം. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ you guys met Kalyani, Lashmi and Jennifer. Lashmi is from Pathanamthitta, Jennifer is from Alappuzha, Kalyani is from Trivandrum. I'm from Kochi, and we became part of Angloverse mainly because of work at home. Because of, what I'm saying is that I can find the best employees from wherever I want. Geographical location is not a problem. ഒരു എംപ്ലോയറിന് ഇപ്പോൾ എനിക്ക് എന്റെ വീടിന്റെ അടുത്ത് ഒരാളുണ്ട്, പക്ഷെ ആൾ അത്ര ടാലന്റഡ് അല്ല, പക്ഷെ വേറെ വഴിയിൽ എനിക്ക് ഹയർ ചെയ്യേണ്ടി വരും. ഓക്കെ, പക്ഷെ വർക്ക് അറ്റ് ഹോം ആണെങ്കിൽ I can hire from Africa if it needs be. Okay, so geographical location ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് I can find the best workforce and in turn increase productivity and increase my profit. Or വേറെ ആരോ പറഞ്ഞ പോലെ വർക്കിംഗ് അവേഴ്സ്, ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ്, അതും ഒരു വലിയ കാര്യം തന്നെ കേട്ടോ. ഇപ്പൊ നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓഫീസിൽ വർക്ക് ചെയ്യണതിന്റെ ഇടയിൽ 5 മണിക്കാണ് ജോബ് തീരണമെന്നായിരിക്കാം. 5 മണിക്കാണ് ജോബ് തീരണേ, 5:30 വരെ ഇരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ മുഷിയും, എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ടെങ്കിൽ പോലും. എന്നാൽ വീട്ടില് എനിക്ക് കുറെ ആൾക്കാരെ എനിക്കറിയാം, എന്റെ സ്റ്റുഡൻസ് അടക്കം. വീട്ടില് വൈകുന്നേരം 8 മണിക്കും 9 മണിക്കും 10:30ക്കൊക്കെ ആൾക്കാർ ലോഗ് ഔട്ട് ചെയ്യുന്ന വർക്ക് കഴിഞ്ഞിട്ട്. ബിക്കോസ് വീട്ടിലേക്കും എത്ര വേണമെങ്കിലും വി ആർ കംഫർട്ടബിൾ ഇൻ അവർ ഹോം എൻവയോൺമെന്റ് ആൻഡ് വി ക്യാൻ ടേക്ക് എക്സ്ട്രാ വർക്ക്. സോ eventually ഈ ഓവർ ടൈമിന്റെ ഒക്കെ അഡ്വാൻറ്റേജ്, ഓഫ് കോഴ്സ് ദി എംപ്ലോയീസ് ആർ ഗെറ്റിംഗ് മണി, ബട്ട് ഹു ഈസ് ഇവൻച്വലി അൾട്ടിമേറ്റ്ലി ഗെറ്റിംഗ് ബെനിഫിറ്റഡ്? ദി എംപ്ലോയർ. സോ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളുണ്ട് എംപ്ലോയർക്ക് ഗുണങ്ങൾ. സോ ഐ ഡിസഗ്രി, ഇറ്റ്സ് ലൈക്ക് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ. ബട്ട് എഗ്രി ചെയ്തവർക്ക് അവരുടേതായ സൈഡ് ഉണ്ട്. ആൻഡ് ലൈക്ക് ഐ സെഡ് യെസ്റ്റർഡേ, എല്ലാവരും ഡിസഗ്രി ചെയ്യുമ്പോൾ നിങ്ങൾ എഗ്രി ചെയ്തിട്ട് നല്ല പോയിന്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് കുറച്ചുകൂടി വാല്യുബിൾ ആണ്. എനിവേ, സോ ഐ ടോൾഡ് യു വി ഹാവ് 5 പാരഗ്രാഫ് ഇൻ എഗ്രി ഡിസഗ്രി. ഓക്കെ, സോ ആ 5 പാരഗ്രാഫുകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫിനെ പറ്റി സംസാരിച്ചു. ഫസ്റ്റ് പാരഗ്രാഫിൽ ഈ പറഞ്ഞ പോലെ 3 കാര്യങ്ങൾ. ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ ആണ്, അതിൽ ജനറൽ സ്റ്റേറ്റ്മെന്റ്, പാരഫ്രൈസിങ്, മൈ സ്റ്റേറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞു. 3ഉം ഞാൻ ക്ലീൻ ആയിട്ട് പറഞ്ഞു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഫസ്റ്റ് പാരഗ്രാഫിൽ ആ ചോദ്യത്തിന് ഇന്നത്തെ കാലഘട്ടമായി ബന്ധിപ്പിച്ച് ജനറൽ സ്റ്റേറ്റ്മെന്റ് എഴുതുക, പാരഫ്രൈസ് ചെയ്യുക, ചോദ്യത്തിലെ ഐഡിയനെ വേറെ വാക്കുകളിൽ എഴുതുക, നിങ്ങളുടെ അഭിപ്രായം പറയാം. ഫസ്റ്റ് പാരഗ്രാഫ് ഈസ് ഡൺ. പിന്നെ ഉള്ളത് രണ്ടാമത്തെ പാരഗ്രാഫ്. രണ്ടാമത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടത് 3 കാര്യങ്ങളാണ്. മെയിൻ പോയിന്റ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ. മെയിൻ പോയിന്റ് എന്നാ ഇപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞ എക്സ്പെൻസിന്റെ പോയിന്റ് മെയിൻ ആക്കാം. ദ കേപ്പബിലിറ്റി ടു സേവ് എ ലോട്ട് ഓഫ് എക്സ്പെൻസസ്. ഓക്കെ, അതായിക്കോട്ടെ മെയിൻ പോയിന്റ്. എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷനിൽ അത് ഇലക്ട്രിസിറ്റി ബില്ലാണെന്നുള്ളതാവട്ടെ, യൂട്ടിലിറ്റി കോസ്റ്റ് ആവട്ടെ, ഫുഡ് ആവട്ടെ, ട്രാൻസ്പോർട്ടേഷൻ ആവട്ടെ, ഓൾ കൈൻഡ്സ് ഓഫ് ചാർജസ് നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം അറിയാവുന്ന ഒരു കമ്പനിയുടെ പേരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം. ദെൻ അപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫിന്റെ പേര് ബോഡി പാരഗ്രാഫ് 1 എന്നാണ്. അടുത്ത പാരഗ്രാഫിന്റെ പേര് ബോഡി പാരഗ്രാഫ് 2. ബോഡി പാരഗ്രാഫ് 2 നമ്മൾ നമ്മുടെ പോയിന്റ് എഴുതുക. എന്താണ് സംഭവം? നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞ വർക്കിംഗ് അവേഴ്സിന്റെ ആവട്ടെ, അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ലൊക്കേഷന്റെ ആവട്ടെ, അത് മെയിൻ പോയിന്റ് ആയിട്ട് എഴുതുക, അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക, അതിന്റെ എക്സാമ്പിൾ എഴുതുക. മെയിൻ പോയിന്റ് 2, എക്സ്പ്ലനേഷൻ 2, എക്സാമ്പിൾ 2. അതിനുശേഷം വരുന്ന ഒന്നാണ്
ബോഡി പാരഗ്രാഫ് 3 അത് ഒപ്പോസിംഗ് പോയിന്റ് ആണ്, ഓപ്ഷണൽ ആണ്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിരുന്നാലും, അതായത് ഇത് ഓപ്ഷണൽ ആയിട്ടുള്ള പാരഗ്രാഫ് ആട്ടോ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഭൂരിഭാഗം പേര് ഡിസഗ്രി ചെയ്യുന്നവരാണ്. ഇതിന്റെ ഒന്നും, അതായത് മുതലാളിമാർക്ക് ഗുണം കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നവരാണ്. സോ 2 പാരഗ്രാഫ് മുതലാളിമാർക്ക് കിട്ടുന്ന ഗുണങ്ങൾ എഴുതിയിട്ട് എന്നിരുന്നാലും ഇതിന് മറ്റൊരു വശം കൂടി ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പാരഗ്രാഫ് വേണമെങ്കിൽ എഴുതാം. 250 വാക്ക് തയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എഴുതിക്കോളൂ. എഴുതിയാൽ നല്ലത്, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഒരു സ്റ്റേജ് ആണ് ഈ കൂട്ടത്തില്. എഴുതിയാലും കുഴപ്പമില്ല. ഇറ്റ്സ് യൂസ് ടോട്ടലി യുവർ ചോയ്സ്. ഓക്കെ, ഇവിടെ ചോയ്സ് ആണ്. സോ ബോഡി പാരഗ്രാഫ് 3 നിങ്ങൾ ഒപ്പോസിംഗ് പോയിന്റ് എഴുതുക, അതായത് എന്നിരുന്നാലും മറ്റൊരു സൈഡ് കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഫൈനലി ഏറ്റവും അവസാനം കൺക്ലൂഷൻ എഴുതുക. സോ ദിസ് ഈസ് ബേസിക്കലി സ്ട്രക്ചർ ഓഫ് ആൻ അഗ്രി ഡിസഗ്രി എസ്സേ. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയുന്നു. വാട്ട് ഈസ് ആൻ അഗ്രി ഡിസഗ്രി എസ്സേ? IELTS എക്സാംസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം. 5 പാരഗ്രാഫ് ആണ് ഉള്ളത്. ഒന്നാമത്തെ പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ. ഒന്നാമത്തെ പാരഗ്രാഫായ ഇൻട്രൊഡക്ഷനിൽ 3 കാര്യങ്ങൾ വേണം: ജനറൽ സ്റ്റേറ്റ്മെന്റ്, പാരഫ്രൈസിംഗ്, മൈ സ്റ്റേറ്റ്മെന്റ്. ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു, എല്ലാവർക്കും മനസ്സിലായതെന്ന് വിചാരിക്കും. രണ്ടാമത്തെയും മൂന്നാമത്തെയും പാരഗ്രാഫിനെ ബോഡി പാരഗ്രാഫ് 1, ബോഡി പാരഗ്രാഫ് 2 എന്നാണ് വിളിക്കുന്നത്. ക്ലാസ് ചെയ്യുമ്പോൾ ഈ സ്ലൈഡ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ യു ഗൈസ് ക്യാൻ റെഫർ ഇറ്റ് നീഡ്സ് ബി. ബോഡി പാരഗ്രാഫ് 1, ബോഡി പാരഗ്രാഫ് 2 എന്നാണ് വിളിക്കുന്നത്. ബോഡി പാരഗ്രാഫ് 1ലും ബോഡി പാരഗ്രാഫ് 2ലും നിങ്ങളുടെ പോയിന്റുകളും അതിന്റെ എക്സ്പ്ലനേഷനും അതിന്റെ എക്സാമ്പിളും കൃത്യമായിട്ടുണ്ടാവണം. 250 വാക്ക് തയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വാലിഡ് ആയിട്ടുള്ള ഒപ്പോസിംഗ് പോയിന്റ് ഉണ്ടെങ്കിൽ ബോഡി പാരഗ്രാഫ് 3 കൂടി ചെറുതായിട്ട് എഴുതാവുന്നതാണ്. ഫൈനലി യു ക്യാൻ ഓൾസോ റൈറ്റ് എ കൺക്ലൂഷൻ. കൺക്ലൂഷനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു, ഉപദേശങ്ങളാവരുത്, നന്മയാവരുത്. കൃത്യമായിട്ട് നിങ്ങളുടെ എസ്സേയുടെ സമ്മറി ആയിരിക്കണം നിങ്ങളുടെ കൺക്ലൂഷൻ. ഓക്കെ, ആൻഡ് സിമ്പിൾ ആസ് ദാറ്റ്. സോ ഈ PDF താഴെ തന്നെ ഒരു സാമ്പിൾ എസ്സേയും കൂടി ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ തന്നെ, വെരി ക്വസ്റ്റ്യൻ ദാറ്റ് വി ഡിസ്കസ്ഡ്. ഈ എസ്സേ ഫുൾ നിങ്ങൾക്ക് ക്ലാസ്സിന് ശേഷം കിട്ടുന്നതാണ്. പ്ലീസ് ഗോ ത്രൂ ദം. കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ പോയിന്റും അല്ലാത്ത പോയിന്റുകളും. എന്നിട്ട് നിങ്ങൾക്ക് അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ആൻഡ് ദെൻ വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് അഗ്രി ഡിസഗ്രി ഈസ് ക്ലിയർ. വരും ദിവസങ്ങൾ വിൽ റിവൈസ് ദി സ്റ്റഫ് അഗെയിൻ. സോ ഡോണ്ട് വറി, വി ഗോട്ട് ഇറ്റ്. സോ ദാറ്റ്സ് പ്രിറ്റി മച്ച് അബൌട്ട് അഗ്രി ഡിസഗ്രി ആൻഡ് ടുഡേ. സോ നമുക്കൊന്ന് കല്യാണി ആയതേ Q&A ലേക്ക് വന്നാലോ?